ഏപ്രിൽ 12 ഞായറാഴ്ച രാത്രിയോടെ ഹംഗറിയിലെയും യൂറോപ്പിലെയും ജനാധിപത്യ ശക്തികൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ നിമിഷം സമാഗതമായി. 16 വർഷമായി ഹംഗറിയെ അടക്കിവാണ തീവ്ര വലതുപക്ഷ ദേശീയതയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അഴിമതിയുടെയും പ്രതീകമായി മാറിയ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിലംപരിശായി. ഓർബാനും അദ്ദേഹത്തിന്റെ യാഥാസ്ഥിതിക ഫിഡസ് പാർട്ടിയും പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നെങ്കിലും എതിരാളി പീറ്റർ മാജിയാറും അദ്ദേഹത്തിന്റെ പുതുതായി രൂപീകൃതമായ ടിസ പാർട്ടിയും കാഴ്ചവെച്ചതുപോലൊരു തകർപ്പൻ പ്രകടനം അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ടിസ പാർട്ടിയോടോ പീറ്റർ മാജിയാറിനോടോ ഉള്ള പ്രതിപത്തിക്കോ ആരാധനയ്ക്കോ അപ്പുറം വിക്ടർ ഓർബാന്റെ ദുർഭരണത്തിന് അറുതി വരുത്തണമെന്ന ജനങ്ങളുടെ വിശിഷ്യ പുതുതലമുറയുടെ നിശ്ചയദാർഢ്യമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. 16 വർഷത്തെ ഓർബാൻ ഭരണത്തിൽ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും അഴിമതി നിറഞ്ഞത്, മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും താഴ്ന്ന നിലയിലുള്ളത്, ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും മനുഷ്യാവകാശങ്ങളും ഏറ്റവും അധികം നിഷേധിക്കപ്പെടുന്നത്, കടുത്ത കുടിയേറ്റ വിരുദ്ധത എന്നിവയുടെ എല്ലാം തലസ്ഥാനമായി ഹംഗറി മാറിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ ട്രംപിന്റെ 5ാം പത്തിയായി അറിയപ്പെട്ടിരുന്ന ഓർബാൻ യൂറോപ്പിൽ നിന്നുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു. ട്രംപ് പുടിൻ നയതന്ത്രത്തിന്റെ അച്ചാണിയും ഇടനിലക്കാരനുമായാണ് ഓർബാൻ അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിൽ സാവധാനം ദുർബലമായി കൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലനും ഭരണാധികാരം കൈയാളിയിരുന്ന അവസാനത്തെ ശക്തി കേന്ദ്രവുമായിരുന്നു പരാജയപ്പെട്ട അധികാരത്തിൽ നിന്നും പുറത്തായ വിക്ടർ ഓർബാൻ. ഹംഗറിയുടെ പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന 10ാമത് തിരഞ്ഞെടുപ്പിൽ 2024 മാത്രം രൂപം കൊണ്ട ടിസ പാർട്ടി 199-ൽ 137 സീറ്റുകൾ കരസ്ഥമാക്കിയാണ് അട്ടിമറി വിജയം നേടിയത്. 16 വർഷം പ്രധാനമന്ത്രിയായി വിരാജിച്ച വിക്ടർ ഓർബാന്റെ ഫിഡസ് പാർട്ടിക്ക് 56 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 79 സീറ്റുകളുടെ കുറവ്. ഓർബാൻ അധികാരത്തിൽ തുടരുന്നതിനായി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവന്ന പ്രതിയോഗികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ദുഷ്കരമാക്കിയിരുന്നു. എന്നിട്ടും ഏതാണ്ട് 80% സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ 10% ഉയർന്ന പോളിംഗ് നിരക്കാണ്. ഇത് വ്യക്തമാക്കുന്നത് ഓർബാനും ഫിഡസിനുമെതിരായ ശക്തമായ ജനവികാരമാണ്. ഹംഗറി യൂറോപ്യൻ യൂണിയനിൽ അംഗമാണെങ്കിൽ തന്നെയും യൂണിയന്റെ പൊതുനയങ്ങൾക്ക് വിരുദ്ധമായ നിഷേധാത്മക നിലപാടുകൾ സ്വീകരിക്കുക മാത്രമല്ല, അംഗരാഷ്ട്രം എന്ന നിലയിൽ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിക്കാനും ഓർബാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. അത് യൂണിയനും ഹംഗറിയും തമ്മിൽ നിരന്തര സംഘർഷങ്ങളിലേക്ക് നയിച്ചിരുന്നു. ട്രംപ് ഭരണകൂടം വ്യാപാരത്തെ നയതന്ത്രവുമായി ബന്ധിപ്പിച്ച് ആരംഭിച്ച താരിഫ് യുദ്ധം, നാറ്റോ അംഗരാജ്യങ്ങൾ കൂടുതൽ സാമ്പത്തിക പങ്കാളിത്തത്തിന് തയ്യാറാവണമെന്ന ട്രംപ് യൂറോപ്പിന്റെ മേൽ തുടർന്നു വരുന്ന സമ്മർദ്ദം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപും യൂറോപ്പും തമ്മിലുള്ള ഭിന്നത, പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ട്രംപും യൂറോപ്പും അവലംബിക്കുന്ന ഭിന്ന നിലപാടുകൾ എന്നിവയിലെല്ലാം ട്രംപിനൊപ്പം നിലയുറപ്പിച്ച ഓർബാന്റെ കനത്ത പരാജയം ബ്രസൽസും യൂറോപ്യൻ തലസ്ഥാനങ്ങളും ഏറെ ആശ്വാസത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് വരവേറ്റത്. ഓർബാന്റെ പരാജയം യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ ദേശീയവാദ ശക്തികൾക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സമാന പ്രതിലോമ രാഷ്ട്രീയത്തിനും അവയുടെ നേതൃത്വത്തിനും വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഓർബാൻ പ്രതിനിധാനം ചെയ്തിരുന്ന ഫാസിസത്തോട് ചേർന്നു നിൽക്കുന്ന തീവ്ര വലതുപക്ഷ ദേശീയ രാഷ്ട്രീയം നമുക്ക് സുപരിചിതമായ ഒന്നാണ്. അത് ജനങ്ങളെ സാർവത്രിക സാഹോദര്യത്തിന്റെ തത്വാധിഷ്ഠിത നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനു പകരം രാഷ്ട്രീയ ജീവിതത്തിൽ അപരന്മാരെ സൃഷ്ടിക്കുകയും അവർക്കെതിരായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വളക്കൂറിൽ തഴച്ചു വളരുകയുമാണ് ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട കൊളോണിയൽ ആധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും തുടർന്നുള്ള സാമ്രാജ്യത്വ അധിനിവേശങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഇരകളും ഉപോൽപ്പന്നവുമാണ് വലിയൊരളവിൽ യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹവും കുടിയേറ്റ പ്രവണതയും. അതിനെ രാഷ്ട്രീയമായി അഭിസംബോധന ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കാനാണ് ഓർബാൻ അടക്കം പല യൂറോപ്യൻ രാഷ്ട്രീയ നേതാക്കളും ശ്രമിച്ചതും. സാഹചര്യങ്ങളും കാര്യകാരണങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യയിലും വലതുപക്ഷ ദേശീയതയുടെ രാഷ്ട്രീയം മറ്റൊന്നുമല്ല നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ, നയസമീപനങ്ങൾ എന്നിവയിലുള്ള കൗശലപൂർണമായ ഇടപെടലുകളിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഓർബാൻ നടത്തിയ ശ്രമത്തിനു സമാനമാണ് ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ മറവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനും ഫെഡറൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും രാജ്യത്തെ തന്നെ ശിഥിലീകരിക്കാനും മോഡി, ഷാ പ്രഭൃതികളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പൊറാട്ടു നാടകം. എന്നാൽ അത്തരക്കാർ തിരിച്ചറിയേണ്ടത് ഓർബാൻ ഒറ്റപ്പെട്ട പ്രതിഭാസമല്ലെന്നും അത് ലോകത്തെവിടെയും ഏതു രാജ്യത്തിനും ബാധകമായ സാർവത്രിക രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്ന വസ്തുതയാണ്.